ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമാക്കുന്നത് വായിച്ചു കേൾപ്പിച്ച നഹും പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം. നഹും എന്ന വാക്കിൻ്റെ അർത്ഥം കംഫർട്ട്, കൺസലേഷൻ എന്നൊക്കെയാണ്. ആശ്വാസം എന്നാണ്. നെഹമ്യാവ് എന്ന വാക്കിൻ്റെ ചുരുക്കെഴുത്താണ് നഹും. എന്നാൽ ഈ പ്രവചന പുസ്തകം വായിക്കുന്ന എല്ലാവർക്കും അറിയാം, ഈ വാക്കിനെ പ്രതിധ്വനിപ്പിക്കുന്ന ആശ്വാസത്തിൻ്റെ വചസ്സുകൾ വളരെ കുറച്ചാണ് ഈ പുസ്തകത്തിൽ ഉള്ളത്. കാര്യം ന്യായവിധിയാണ് പ്രവാചകൻ്റെ പ്രമുഖ വിഷയം. നഹും പ്രവാചകൻ്റെ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ നിനവയ്ക്കെതിരെയുള്ള പ്രവാചകം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ന്യായവിധിയുടെ ഭാഷയും ഭാഷണവുമാണ് ഈ പുസ്തകത്തിൽ നമ്മൾ കാണുക. എന്നാൽ ഈ നഹും പ്രവാചന പുസ്തകം 1:2 തന്നെ നമ്മളിങ്ങനെ വായിക്കുന്നു, യഹോവ പ്രതികാരം ചെയ്യുന്നവനും ക്രോധപൂർണനും ആകുന്നു എന്നൊക്കെയാണ്. ഇങ്ങനെ ന്യായവിധിയുടെ ഒരു പ്രതിധ്വനികൾ നമുക്ക് ഈ പുസ്തകത്തിലുടനീളം കാണുവാനായി കഴിയും. എന്താണ് ഈ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം? നിനവയ്ക്കെതിരെയുള്ള ദൈവത്തിൻ്റെ പ്രവചനം, നഹും പ്രവാചകൻ്റെ പ്രവചനം. എന്താണ് ഇവിടെ ഈ പുസ്തകത്തിൻ്റെ ഒരു പശ്ചാത്തലം? നിനവേ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പ്രവാചകൻ യോനാ പ്രവാചകൻ ആണല്ലോ. നിനവയിലേക്ക് പോകാൻ ഒന്ന് മടിച്ചുവെങ്കിലും പിന്നത്തേതിൽ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം വളരെ അതിശയകരമായ ഇടപെടൽ ഹേതുവായിട്ട് അദ്ദേഹം നിനവേ പട്ടണത്തിലേക്ക് പ്രസംഗിക്കാൻ വേണ്ടി പോകുന്നു. നിനവേയിൽ യോനാ പ്രവാചകൻ്റെ പ്രസംഗം കേട്ട് അനേകർ മാനസാന്തരത്തിൻ്റെയും മാറ്റത്തിൻ്റെയും അനുഭവത്തിലേക്ക് മടങ്ങി വന്നു. നമ്മൾ യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നത് അവിടെയുള്ള രാജാക്കന്മാർ തുടങ്ങി വേലക്കാർ വരെ മാനസാന്തരത്തിലേക്ക് വെണ്ണീരിൽ കിടന്ന് അനുതപിച്ച് പ്രാർത്ഥിച്ച് മാനസാന്തരത്തിലേക്ക് വന്നു എന്നാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത്. അങ്ങനെ യോനാ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ നിനവേ പട്ടണത്തിൽ വലിയൊരു ഉണർവുണ്ടായി. നിനവേ മാനസാന്തരപ്പെട്ടു. അത്ഭുതകരമായൊരു മനമാറ്റം അവർക്കുണ്ടായി. എന്നാൽ പിന്നത്തേതിൽ നമ്മൾ നഹും പ്രവാചകൻ്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ, യോനാ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ നിന്ന് നഹും പ്രവാചകൻ്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഏതാണ്ട് 100 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. മാനസാന്തരം ഉണ്ടായ ആ നാട്ടിൽ ആഫ്റ്റർ 100 years 100 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഈ 100 വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ആ നാടിന് സമൂലമായ മാറ്റമുണ്ടായി. യോനയുടെ കാലഘട്ടത്തിൽ നിന്ന് നഹും പ്രവാചകൻ്റെ കാലഘട്ടത്തിലേക്ക് നിനവേ പട്ടണം വന്നപ്പോൾ ആ പട്ടണം അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ, അശൂർ സാമ്രാജ്യം എന്നാണ് മലയാള ബൈബിളിൽ, അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ ഒരു ക്യാപിറ്റൽ സിറ്റിയായി നിനവേ പട്ടണം മാറി. ഭൗതിക സുഖങ്ങൾ ഒരുപാട് വർദ്ധിച്ചു. സാമ്പത്തിക ഭദ്രതയുണ്ടായി. സമസ്ത മേഖലകളിലും സമഗ്രമായ വളർച്ചയുണ്ടായി. അസീറിയ ഒരു വലിയ സാമ്രാജ്യ ശക്തിയായി, സാമ്പത്തിക ശക്തിയായി, രാഷ്ട്രീയ ശക്തിയായി മാറി. അങ്ങനെ അസീറിയൻ സാമ്രാജ്യം നിയർ ഈസ്റ്റ് മുഴുവനും അടക്കി വാണിരുന്ന ഒരു കാലഘട്ടത്തിൽ നിനവയായിരുന്നു ക്യാപിറ്റൽ സിറ്റി. ഈ അസീറിയൻ എംപയറിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായി മാറിയ നിനവയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? അവർ ഇപ്പോൾ ദൈവജനമായ ഇസ്രായേൽ മക്കളെ ഉപദ്രവിക്കാൻ വേണ്ടി കച്ചകെട്ടുകയാണ്. പാവപ്പെട്ട ഇസ്രായേലിനെ ഞെരുക്കുന്ന അസീറിയൻ സാമ്രാജ്യ ദുഷ്പ്രഭുത്വത്തിനെതിരെയാണ് നിനവയ്ക്കെതിരെയുള്ള പ്രവാചകം എന്ന മട്ടിൽ വേദപുസ്തകത്തിൽ നഹും പ്രവാചകൻ ശക്തമായ ദൈവത്തിൻ്റെ താക്കീതുകൾ ഇവിടെ നൽകുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നഹും നൽകുന്ന ഈ സന്ദേശം നമുക്കിങ്ങനെ പറയാം, ഇറ്റ് ഈസ് എ ഹാർഡ് മെസ്സേജ് ഇൻ എ സ്മൂത്ത് സിറ്റുവേഷൻ. നിനവയെ സംബന്ധിച്ച് സൗഖ്യത്തിൻ്റെ, സമൃദ്ധിയുടെ, സാമ്പത്തിക അഭ്യുന്നതിയുടെ, നന്മയുടെ ഒക്കെ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ അങ്ങനെ സ്വസ്ഥമായി സുഖമായി സന്തോഷത്തോടെ ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റി എന്ന വണ്ണം നിനവേ ഇങ്ങനെ തെല്ലഹന്തയോടെ നിൽക്കുന്ന ഒരു സമയത്ത് ദൈവം ആ പട്ടണത്തിനെതിരെ ശക്തമായൊരു പ്രവചന സന്ദേശം നൽകുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ശത്രുവായ, ദൈവജനത്തിൻ്റെ ശത്രുവായ അസീറിയക്കെതിരെ, അശൂരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളും തീക്ഷ്ണമായ സന്ദേശങ്ങളും കർത്താവ് നൽകുന്ന ഒരു പ്രവചനമാണ്
നഹും പ്രവചനം. ഇങ്ങനെ പരുക്കൻ ഭാഷയിൽ ചില വർത്തമാനങ്ങൾ പറഞ്ഞു വരുന്നതിനിടയിൽ ദൈവത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ ഇങ്ങനെയാണ്. നഹും 1:7, യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവും ആകുന്നു, തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ഇത് ആർക്ക് വേണ്ടിയാണ് പറയുന്നത്? ഇത് ഇസ്രായേലിന് വേണ്ടിയാണ് പറയുന്നത്. ന്യായവിധിയുടെ വർത്തമാനങ്ങളൊക്കെ ആർക്ക് വേണ്ടിയാണ് പറയുന്നത്? അത് അസീറിയയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. അത് രണ്ടും നമ്മൾ കൺഫ്യൂസ്ഡ് ആകരുത്. 1-ാമത്തെ അധ്യായത്തിൽ തന്നെ ശക്തമായ പരുക്കൻ ഭാഷയിൽ ന്യായവിധിയുടെ സന്ദേശം തരുന്നു. ആ ന്യായവിധിയുടെ സന്ദേശം മൊത്തവും ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന, ഇസ്രായേലിനെ ഞെരുക്കുന്ന അസീറിയക്കെതിരെയാണ്. അവിടെ പറയുന്ന നല്ല വർത്തമാനങ്ങൾ, ദൈവം നല്ലവനാണ്, കഷ്ടദിവസത്തിൽ സങ്കേതമാണ്, ദൈവം തൻ്റെ മക്കളെ അറിയുന്നു എന്നൊക്കെ പറയുന്ന നല്ല വർത്തമാനങ്ങളെല്ലാം ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ള വർത്തമാനങ്ങളാണ്. ഈ ഭാഗം വായിച്ച് ധ്യാനിക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ഇസ്രായേലിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട്, ഇസ്രായേലിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ദൈവമക്കൾക്ക് ഉണ്ടായ 3 തിരിച്ചറിവുകളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഒരു സാമ്രാജ്യം, ശക്തമായൊരു സാമ്രാജ്യം ശത്രുപക്ഷത്ത് നിൽക്കുമ്പോൾ ഒരു പാവപ്പെട്ട ജനതയെ ഞെരുക്കി, അമർത്തി, കഷ്ടപ്പെടുത്തി, അടിമകളാക്കി അവരുപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ പാവപ്പെട്ട ജനതയുടെ 3 തിരിച്ചറിവുകളാണ് ഇന്ന് നമ്മൾ ചുരുക്കമായി ചിന്തിക്കുന്നത്. നമ്പർ 1, നിശബ്ദതകൾ നിരർത്ഥകമല്ല. 1-ാമത്തെ തിരിച്ചറിവ്, നിശബ്ദതകൾ നിരർത്ഥകമല്ല. അസീറിയൻ സാമ്രാജ്യം, ഞാൻ പറഞ്ഞു, വളരെ ശക്തമായൊരു സൈനിക ശക്തിയും രാഷ്ട്രീയ ശക്തിയുമാണ്. അവരെ തോൽപ്പിക്കാൻ ഇസ്രായേൽ എന്ന അശക്ത രാജ്യത്തിന് ഒരു കാരണവശാലും സാധ്യമല്ല. എന്നാൽ അസീറിയക്കാർ ഇസ്രായേലിനെ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നപ്പോൾ അവർ ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. നിനവയുടെ പതനം മനസ്സുകൊണ്ടെങ്കിലും അവർ ആഗ്രഹിച്ചിരുന്നു. കാര്യം, ഇങ്ങനൊരു സാമ്രാജ്യ ശക്തി നശിച്ചു പോയാൽ മാത്രമേ ദൈവത്തിൻ്റെ മക്കൾക്ക് അവിടെ രക്ഷയുള്ളൂ, വിടുതലുള്ളൂ. അങ്ങനെ നിസ്സംഗരായി, നിശബ്ദരായി, പ്രാർത്ഥന മാത്രം കൈമുതലായി ഉള്ള ഒരു ജനത അവർ അവിടെ വെറുതെ ഇരിക്കുന്നു. അങ്ങനെ യാതൊന്നും ചെയ്യാൻ കഴിയാതെ, അതിനുള്ള ത്രാണിയില്ലാതെ, കഴിവില്ലാതെ, പ്രാർത്ഥനയും നിസ്സംഗതയും മാത്രം കൈമുതലാക്കിയ ഒരു ജനത അവിടെയുണ്ട്. അവർ അസീറിയക്കെതിരെ പ്രാർത്ഥിക്കുകയാണ്. തമ്പുരാനെ, ഈ അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ ദുഷ്പ്രഭുത്വത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് സംഭവിച്ചു, ചരിത്രത്തിൽ ഒരുപാട് മാറ്റങ്ങൾ. നോക്കണേ, ദൈവം ലോകത്തിന് നിയന്താവാണല്ലോ. അവരുടെ ചുറ്റും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു. എന്താണ് മാറ്റങ്ങൾ ഉണ്ടായത്? പ്രധാനപ്പെട്ട 2 മാറ്റങ്ങൾ. അസീറിയൻ സാമ്രാജ്യത്വം അതീവ ശക്തമായി നിൽക്കവേ തന്നെ, അതേ സന്ദർഭത്തിൽ തന്നെ വേറെ 2 സാമ്രാജ്യങ്ങൾ എഴുന്നേൽക്കുകയാണ്. ഒന്ന് കൽദയർ എന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ബാബിലോണിയൻ, മറ്റൊന്ന് പേർഷ്യൻ സാമ്രാജ്യം ഇങ്ങനെ ഉയർന്നു വരികയാണ്. ഇസ്രായേലിന് ഒരിക്കലും അസീറിയെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. പ്രവാചകൻ ശക്തമായി നിനവയ്ക്കെതിരെ ന്യായവിധി പറയുമ്പോൾ ദൈവജനം ഇത് കേൾക്കുന്ന ദൈവജനം ചിന്തിക്കരുത്, എപ്പോൾ സംഭവിക്കാനാണ്, ഇതെങ്ങനെ സംഭവിക്കാനാണ്? പ്രിയമുള്ളവർ, ആ സമയത്ത് ദൈവം പ്രവർത്തിച്ചത് ഇസ്രായേലിനെ കൊണ്ട് അസീറിയെ തോൽപ്പിക്കുക എന്നതായിരുന്നില്ല ദൈവത്തിൻ്റെ പദ്ധതി. കർത്താവിനത്, ഇസ്രായേലിനത് കഴിയത്തില്ല. അതുകൊണ്ട് ദൈവം അസീറിയക്കെതിരെ വേറെ 2 സാമ്രാജ്യങ്ങളെ, അതിനേക്കാൾ പ്രബലമായ 2 സാമ്രാജ്യങ്ങൾ എഴുന്നേൽപ്പിക്കുന്നു. ഒന്ന് ബാബിലോൺ, മറ്റൊന്ന് പേർഷ്യൻ. അങ്ങനെ BC 612 നിനവെ തകർക്കപ്പെട്ടു. അസീറിയൻ ഡോമിനേഷൻ അവസാനിച്ചു. സരസമായി പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് സംക്ഷേപിക്കാം, നമ്മുടെ ശത്രുവിനെ തോൽപ്പിക്കാൻ നമുക്ക് ത്രാണിയും കരുത്തും നഷ്ടപ്പെടുമ്പോൾ ശത്രുവിനെ ദൈവം ഉപയോഗിച്ചു. അതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. ഓക്കെ, നമ്മുടെ എതിരാളിയെ, നമ്മളെ പീഡിപ്പിക്കുന്ന, നമ്മളെ കുറ്റപ്പെടുത്തുന്ന, നമ്മളെ അസഹ്യപ്പെടുത്തുന്ന എതിരാളി നമ്മുടെ അതീവ ശക്തനാകുമ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിയാതെ വരുന്നൊരു സാഹചര്യത്തിൽ ആ ശത്രുവിനെ കർത്താവ് ചരിത്രത്തിൽ ഉപയോഗിച്ചു. അതാണ് ഇവിടെ നമുക്ക് കാണാനായി കഴിയുക. പ്രിയമുള്ളവരെ, ഇവിടെ ഇസ്രായേൽ ചെയ്തത് എന്താണ്? നിശബ്ദത, പ്രാർത്ഥന മാത്രം കൈമുതലായ ഒരു സാഹചര്യം. കർത്താവേ, ഈ പീഡാസഹനങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് മാത്രമായിരുന്നു അവർ പ്രാർത്ഥിച്ചത്.
പ്രവാചകൻ ന്യായവിധിയുടെ സന്ദേശം പറയുമ്പോഴും ഇസ്രായേലിന് ഒരു വിശ്വാസമില്ല. കാരണം അസീറിയൻ എംപയർ അവരെ തോൽപ്പിക്കാൻ ഒരിക്കലും കഴിയത്തില്ല. അവർ നിസ്സഹായരാണ്, അവർ ശബ്ദമില്ലാത്തവരാണ്, അവർ സംഘടിതരല്ല, അവർ സൈനിക ശക്തിയുമല്ല. എന്നാൽ ദൈവം ഇടപെട്ട് മറ്റൊരു മാറ്റം, അതിശയകരമായൊരു വിടുതൽ അവർക്ക് ആ സമയത്ത് നൽകുന്നുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലൂടെയും നമ്മുടെ മാനുഷിക തലങ്ങളിൽ നമ്മൾ കടന്നു പോകാറുണ്ട്. ഇത് രാഷ്ട്രത്തിൻ്റെ ഒരു തലമാണ്, നമ്മുടെ വ്യക്തി ജീവിതത്തിലും കടന്നു പോകാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ നിശബ്ദതകൾക്ക് അർത്ഥമുണ്ട്, എൻ്റെ നിസ്സഹായതകൾക്ക് അർത്ഥമുണ്ട്. വിമർശനത്തിൻ്റെയും പരപീഡനത്തിൻ്റെയും നിരാശകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, നമ്മൾ അമർന്നിരിക്കുമ്പോൾ, പലരും നമ്മെ അസാധാരണമായി ഞെരുക്കുമ്പോൾ എൻ്റെ നിശബ്ദതകൾക്ക് അർത്ഥമുണ്ട്. സങ്കീർത്തനം 46 നമുക്കെല്ലാവർക്കും അറിയാം. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. സൈലൻസ് എന്നുള്ളതിന് ഒരു ഡെഫിനിഷൻ എങ്ങനെയാണ്? സൗണ്ട് ഓഫ് തിങ്കിങ്. അത് ഒരു വലിയ ചിന്ത, വലിയ വിചാരത്തിൻ്റെ ശബ്ദമാണ് സൈലൻസ്. നിശബ്ദത എന്ന് പറഞ്ഞാൽ അത് ധ്യാനത്തിൻ്റെ ഒരു തലമാണ്. ദൈവസന്നിധിയിൽ നെടുവീർപ്പോടെ മിണ്ടാതിരിക്കുക. അവൻ നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കും. എല്ലാ ഭക്തന്മാരുടെയും ജീവിതത്തിൽ നിശബ്ദതയുടെയും ധ്യാനത്തിൻ്റെയും മൗനത്തിൻ്റെയും ഈ ഒരു തലമുണ്ട്. യേശു കർത്താവ് 40 ദിവസം ഉപവസിച്ചു. നമ്മുടെ ഈ നോമ്പിൻ്റെ ഒരു ആചരണം അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണല്ലോ നമ്മൾ ചിന്തിക്കുക. 40 ദിവസം കർത്താവ് ഉപവസിക്കാൻ വേണ്ടി മരുഭൂമിയിലേക്ക് പോയി. എല്ലാ വേദപഠിതാക്കളും പറയുന്നത് അത് ക്രിസ്തുവിൻ്റെ ധ്യാനത്തിൻ്റെയും മനനത്തിൻ്റെയും തീക്ഷ്ണമായ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ദിനങ്ങളായിരുന്നു. ഈ 40 എന്ന ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? വേദപുസ്തകത്തിൽ പല ആവർത്തി പല സന്ദർഭങ്ങളിൽ 40 വളരെ സൗണ്ടായിട്ടുള്ളൊരു സംഖ്യയാണ്, ഒരുപാട് ആശയങ്ങളുള്ളൊരു സംഖ്യയാണ്. എന്താണ് 40ൻ്റെ പ്രത്യേകത? നമുക്കറിയാം, ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ കഴിയുന്നത് 40 ആഴ്ചകളാണ്. രൂപപ്പെടലിൻ്റെ ഒരു സമയമാണ് 40 ആഴ്ചകൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വീണ്ടും ജനനത്തിൻ്റെ, അതിനു വേണ്ടിയുള്ളൊരു രൂപപ്പെടലിൻ്റെ സമയമാണെന്ത് ഈ 40 എന്ന് പറയുന്നത്. യേശുക്രിസ്തു അങ്ങനെ ആ 40 ദിനരാത്രങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും മൗനത്തിലും ധ്യാനത്തിലും കഴിഞ്ഞുവെങ്കിൽ അതിനുശേഷമാണ് കർത്താവ് ശുശ്രൂഷയിലേക്ക് പദമൂന്നുന്നത്. അതുകൊണ്ട് ആത്മീകമായ ഒരു രൂപപ്പെടലിൻ്റെ സമയമാണ് മൗനത്തിൻ്റെയും നിശബ്ദതയുടെയും ധ്യാനത്തിൻ്റെയും സമയം. ധ്യാനത്തിൻ്റെ നിശബ്ദതയുടെ സമയം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ദൈവികമായ രഹസ്യങ്ങളെയും ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ശക്തിയും നമ്മൾ അതിൻ്റെ പൂർണ്ണതയിൽ തിരിച്ചറിയുന്നത് ഈ ധ്യാനത്തിൻ്റെ നിശബ്ദതയിലും മൗനത്തിലും ഒക്കെയാണ്. അതുകൊണ്ട് ഞാൻ നിശബ്ദനാകുമ്പോൾ, അഥവാ ഞാൻ നിശബ്ദനാക്കപ്പെടുമ്പോൾ, കർത്താവ് എനിക്ക് വേണ്ടി ശബ്ദിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിശബ്ദതകൾ സംസാരിക്കും. ഈ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥമുണ്ടല്ലേ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, കുറേ പേർ ചേർന്ന് സംസാരിക്കുകയോ തർക്കിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഞാനൊന്നും മിണ്ടുന്നില്ല. അതിന് കാര്യം എന്താണ്? എനിക്ക് പറയാൻ കാര്യങ്ങളില്ലാത്തത് കൊണ്ടോ, എനിക്ക് പറയാൻ കാരണങ്ങളില്ലാത്തത് കൊണ്ടോ, എനിക്ക് ആശയദാരിദ്ര്യമുള്ളത് കൊണ്ടോ അല്ല, പിന്നെ എൻ്റെ പ്രതിഷേധമാണ്, അതിൻ്റെ പ്രതിഷേധമാണ്. അതുകൊണ്ട് നിശബ്ദതകൾ സംസാരിക്കും. നമ്മൾ നിശബ്ദമായും നിസ്സഹായരായും നിശബ്ദമാക്കപ്പെട്ടും ഒക്കെ ഇരിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നു. അത് ഇസ്രായേൽ അനുഭവിച്ചറിഞ്ഞു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ നിശബ്ദതകൾ നിരർത്ഥകമല്ല. ഇതാണ് ഒന്നാമത്തെ തിരിച്ചറിവ്. 2, ശോധനകൾ തളർത്താനല്ല. രണ്ടാമത്തെ തിരിച്ചറിവ്, ഇസ്രായേൽ മക്കൾക്കുണ്ടായ ശോധനകൾ അതവരെ തളർത്താനല്ല. ന്യായവിധിയുടെ വർത്തമാനങ്ങൾ പറയുന്നതിനിടയിൽ ദൈവമക്കൾക്കായിട്ട് കർത്താവ് പ്രവാചകനിലൂടെ ഇങ്ങനെ പറയുന്നുണ്ട്: യഹോവ നല്ലവൻ. നഹൂം 1:7. യഹോവ നല്ലവൻ, അവൻ കഷ്ട ദിവസത്തിൽ ശരണമാണ്. കർത്താവ് നമുക്ക് നല്ലവനാണ്. എത്ര വാക്യങ്ങൾ വേണമെങ്കിലും പറയാം. സങ്കീർത്തനങ്ങൾ 73:1, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് എന്നും നല്ലവനാണ്. കഷ്ട ദിവസത്തിൽ അവൻ ശരണം. എ സ്ട്രോങ് ഹോൾഡ് ഇൻ ദ ഡേയ്സ് ഓഫ് ട്രബിൾ. കഷ്ട ദിവസത്തിലൂടെ കടന്നു പോകുമ്പോൾ അവൻ ഒരു ശരണമാണ്.
സ്ട്രോങ് ഹോൾഡ്, അതിന് ശരിയായ പരിഭാഷ എ പ്ലേസ് ഓഫ് സേഫ്റ്റി എന്നാണ്. ഒരു സുരക്ഷാ സങ്കേതമാണ്. കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം എനിക്കൊരു സുരക്ഷാ സങ്കേതമാണ്. സങ്കീർത്തനങ്ങൾ 46:1 നമ്മുടെ ദൈവം സങ്കേതവും ബലവുമാകുന്നു, കഷ്ട ദിവസത്തിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 18:10 യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. അതിൽ അഭയം പ്രാപിക്കും. കഷ്ടതകളും ശോധനകളും വരുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൽ അഭയം പ്രാപിക്കും. അവരുടെ ശരണം ദൈവം തന്നെയായിരിക്കും. അതുകൊണ്ട് നഹൂം 1:3 ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ സെന്റൻസ് നമ്മൾ വായിക്കുന്നുണ്ട്. യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ഉണ്ട്. യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും ടോട്ടൽ കാവോസ് കൊണ്ടുവരുന്ന രണ്ട് കാര്യങ്ങളാണ്. അത് തകർക്കും, അത് നമ്മുടെ ജീവിതത്തെ ശിഥിലമാക്കുന്ന ഒന്നാണ് ഈ ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും. എന്നാൽ ഈ ചുഴലിക്കാറ്റിൻ്റെയും കൊടുങ്കാറ്റിൻ്റെയും മധ്യത്തിൽ എന്തുണ്ട്? യഹോവയുടെ വഴിയുണ്ട്, ദൈവത്തിൻ്റെ വഴിയുണ്ട്. എന്ന് പറഞ്ഞാൽ God is in control in all circumstances. ചുഴലിക്കാറ്റിൻ്റെയും കൊടുങ്കാറ്റിൻ്റെയും മധ്യത്തിൽ ദൈവം നിയന്താവാണ്. കർത്താവിൻ്റെ കരം അവിടെ വിട്ട് പോയിട്ടില്ല. ലോകത്തെ കാണുമ്പോൾ, സാഹചര്യം കാണുമ്പോൾ, ജീവിതത്തിൽ വരുന്ന പല പ്രശ്നങ്ങളും കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇത് ചുഴലിക്കാറ്റാണ്, ഇത് കൊടുങ്കാറ്റാണ്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ യഹോവയുടെ വഴിയുണ്ട്. ഇതാണ് പ്രവാചകൻ ഇവിടെ പറയുന്നത്. ദൈവം എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന കർത്താവാണ്. ദൈവത്തിൻ്റെ കരത്തിൽ, ദൈവത്തിൻ്റെ പിടിയിൽ നിന്ന് ഒന്നും പോയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. ദൈവമാണ് എല്ലാം നിയന്ത്രിക്കുന്നതെന്ന് ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ബഹിരാകാശത്തിൽ നിന്ന് കേട്ടായിരുന്നു, ഇല്ലേ? ദൈവമാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. ചില ദിവസം നമ്മൾ ബഹിരാകാശത്തിൽ നിന്ന് കേട്ട ഒരു സുവിശേഷമായിരുന്നു അത്. സുനിത വില്യംസിനോടൊപ്പം ബഹിരാകാശത്ത് പോയ ബുച്ച് വിൽമോർ, അദ്ദേഹം അവിടെ നിന്ന് സ്പേസ് നിലയത്തിൽ നിന്ന് നൽകിയൊരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി. എന്നാണ് പറഞ്ഞത്? 9 മാസത്തെ ബഹിരാകാശ യാത്രയും പഠനവും അദ്ദേഹത്തിനൊരു ബോധ്യം കൊടുത്തു. ആ ബോധ്യം എങ്ങനെയാണ്? എൻ്റെ കർത്താവും രക്ഷകനുമായ യേശുവിലുള്ള വിശ്വാസത്തെ ഈ യാത്ര ദൃഢപ്പെടുത്തുന്നു. എൻ്റെ കർത്താവും രക്ഷിതാവുമായ യേശുവിലുള്ള വിശ്വാസത്തെ ഈ ബഹിരാകാശ യാത്ര ദൃഢപ്പെടുത്തുന്നു. അവൻ പറഞ്ഞ പദ്ധതികളാണ് എല്ലായിടത്തും നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് അതെങ്ങനെ സംഭവിച്ചാലും ഞാനതിൽ സാറ്റിസ്ഫൈഡാണ്. എല്ലാത്തിൻ്റെയും നിയന്താവ് ദൈവമാണ്. ഇത് ബഹിരാകാശത്തേക്ക് പോയ ഒരാൾ അവിടെ നിന്നുകൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞതാണ്. എല്ലാത്തിനും നിയന്താവ് കർത്താവാണ്. ഇയ്യോബ് 23:10 എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. അതുകൊണ്ട് ഡു നോട്ട് ഫിയർ. നിങ്ങൾ നേരിടുന്ന ശോധനകളിൽ നിങ്ങൾ ഭയപ്പെടരുത്. കാര്യം ഈ ശോധനകൾ നിങ്ങളെ തളർത്താനല്ല, ശോധനകൾ നിങ്ങളെ തളർത്തുകയില്ല. എതിരാളികളെ പ്രതിരോധിക്കാനോ എതിരാളികളെ തോൽപ്പിക്കാനോ ഉള്ള ത്രാണി ഇസ്രായേൽ മക്കൾക്കില്ലായിരുന്നു. കാര്യം എന്താണ്? എതിരാളികളെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നഹൂം 1:12 എതിരാളികളെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അവർ പൂർണ്ണ ശക്തരും അനേകരുമാണ്. അവർ നശിക്കും. ഞാൻ നിന്നെ താഴ്ത്തുകയില്ല. ഞാൻ നിന്നെ താഴ്ത്തിയെങ്കിലും ഇനി താഴ്ത്തുകയില്ല. അവർ പൂർണ്ണ ശക്തരും അനേകരുമാണ് എതിരാളികൾ. പക്ഷേ അവർ നിന്നെ തോൽപ്പിക്കുകയില്ല. ഞാൻ നിന്നെ താഴ്ത്തി, നിന്നെ ശോധനകളിലൂടെ കടത്തി. ഇതാണ് ദൈവജനത്തോട് പറഞ്ഞത്. കഴിഞ്ഞ നിനവയുടെ അഥവാ അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ നുകത്തിൻ്റെ കീഴിൽ കുറേ കാലം ഞെരിഞ്ഞ് അമർന്നിരിക്കാൻ നീ വിധേയപ്പെട്ടു. പക്ഷേ ഞാനിനി നിന്നെ താഴ്ത്തുകയില്ല എന്ന് കർത്താവ് പറയുന്നു. പ്രിയമുള്ളവരെ, യോനയുടെ കാലഘട്ടത്ത് ഇവർ മാനസാന്തരപ്പെട്ടതാണ്. പക്ഷെ 100 വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ആഡംബരത്തിൻ്റെയും അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒക്കെ അഹന്ത അവരെ കീഴ്പ്പെടുത്തി. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഉള്ളിൽ ഗർവും അഹന്തയുണ്ടായി. കഴിഞ്ഞ ഏതാണ്ട് കുറേ വർഷങ്ങളായിട്ട് ഇവർ ഇസ്രായേൽ മക്കളെ പീഡിപ്പിക്കുന്നുണ്ട്.
കർത്താവ് പറയുകയാണ്, ദൈവമക്കളെ, നിങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഈ ശോധനകൾ നല്ലതാണ്, ഈ ശോധന നല്ലതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും തിരിച്ചു കിട്ടും. ഇതാണ് പ്രവാചകൻ പറയുന്നത്. ഈ അടുത്ത കാലത്ത് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചു, എന്താണ് ഒരു ചരിത്രകാരനും പ്രവാചകനും തമ്മിലുള്ള വ്യത്യാസം. ഒരു ചരിത്രകാരനും പ്രവാചകനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചരിത്രകാരൻ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളെ അപഗ്രഥിക്കുമ്പോൾ പ്രവാചകൻ എന്തുകൊണ്ട് നടന്നില്ല എന്ന് അപഗ്രഥിക്കുന്നു. ചരിത്രകാരൻ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളെ അപഗ്രഥിക്കുമ്പോൾ എന്തുകൊണ്ട് നടന്നില്ല, ഇതെന്തുകൊണ്ട് നടക്കും, ഇതെന്തുകൊണ്ട് നടന്നില്ല ഇത്യാദിയുള്ള കാര്യങ്ങളെ ആത്മീക ഭാവനയിൽ കാണുന്നവനാണ് പ്രവാചകൻ. നുകത്തിൻ്റെ കീഴിൽ അടിമത്തത്തിലായിരുന്ന ഒരു ജനതയോട് പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ ഇന്നലെ വരെ താഴ്ത്തപ്പെട്ടുവെങ്കിൽ നാളെ നിങ്ങൾക്ക് അതല്ല. നിങ്ങളുടെ എതിരാളികൾ നിങ്ങളെക്കാൾ അതീവ ശക്തരാണെങ്കിലും അവർ നിങ്ങളെ കീഴ്പ്പെടുത്തുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ശത്രുവിൻ്റെ വലിപ്പമല്ല, നിങ്ങൾ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ വലിപ്പമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഈ നഹൂം പ്രവാചകൻ ശക്തമായി പറയുന്ന ഒരു കാര്യം. ശോധനകളിലൂടെ കടന്നു പോകും, പക്ഷേ ഈ ശോധനകൾ നിങ്ങളെ തളർത്തില്ല. ഒരിക്കൽ ഒരമ്മച്ചി വൈകിട്ട് കൊച്ചുമക്കൾക്ക് കൊടുക്കാൻ വേണ്ടി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. പെട്ടെന്ന് അടുക്കളയിലേക്ക് ആ കൊച്ചുമോൻ ചാടി വന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് പലഹാരം വേണം. അമ്മച്ചിയുടെ ഫ്രണ്ടിൽ കണ്ടത് കുക്കിംഗ് ഓയിൽ. ഇത് കണ്ടിട്ട് അയ്യോ, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പിന്നെ കുറേ മാവ്, എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല. പച്ചമുട്ട, അതിൻ്റെ ഗന്ധം ഒട്ടും ഇഷ്ടമല്ല. ബേക്കിംഗ് സോഡ, അറപ്പ് തോന്നുന്നു. എന്തിനാണ് അമ്മച്ചി എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് പലഹാരം ഉണ്ടാക്കാൻ പോകുന്നത്? അപ്പോൾ അമ്മച്ചി പറഞ്ഞു, മക്കളെ, നിനക്കിഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങളിങ്ങനെ ചേർത്ത് വെച്ചാണ് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യത്തെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതെന്താണ്? നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരം ഏതാണ്? കൊച്ചുമോൻ പറഞ്ഞു, കേക്ക്. അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിനക്കിഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങൾ ചേർത്ത് വെച്ചാണ് നിനക്കിഷ്ടമുള്ള ഏറ്റവും നല്ലൊരു കാര്യത്തെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ നമുക്കിഷ്ടമില്ലാത്ത പല കാര്യങ്ങളും വരും, അല്ലേ? നമുക്കിഷ്ടമില്ലാത്ത പല കാര്യങ്ങളെയും ചേർത്ത് വെച്ചാണ് കർത്താവ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം തരാൻ പോണത്. അതുകൊണ്ട് നിങ്ങളുടെ ശോധനകൾ നല്ലതാണ്. 1 പത്രോസ് 1:7, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത്. ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത്. ഇപ്പോൾ വിമ്മിട്ടമാണ്, ഇപ്പോൾ ഇഷ്ടമില്ലാത്തതാണ്, ഇപ്പോൾ രോഗമാണ്, ഇപ്പോൾ തടസ്സമാണ്, ഇപ്പോൾ പ്രതികൂലമാണ്, ഇപ്പോൾ എനിക്ക് തീർത്തും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇങ്ങനെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ ചേർത്ത് വെച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം കർത്താവ് നിങ്ങൾക്ക് തരുന്നു. വിശ്വാസത്തിൻ്റെ ശോധന നിങ്ങളെ തളർത്താനല്ല. നമ്പർ 3, ദൈവജനത്തിനുണ്ടായ മൂന്നാമത്തെ തിരിച്ചറിവ് ഇതാണ്: ദൈവാശ്രയം ഒരിക്കലും നിഷ്ഫലമല്ല. മൂന്നാമത്തെ തിരിച്ചറിവ്, ദൈവാശ്രയം ഒരിക്കലും നിഷ്ഫലമല്ല. നഹൂം 1:7, തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ദൈവാശ്രയം നല്ലത്. അങ്ങനെ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഉറപ്പായിട്ടും പറയട്ടെ, പ്രതീക്ഷകൾക്കപ്പുറം സംഭവിക്കും. ഹല്ലേലൂയ. പ്രതീക്ഷകൾക്കപ്പുറം സംഭവിക്കും. ഇവിടെ നഹൂം പ്രവാചകൻ പറയുന്നു, തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. God knows you intimately, comprehensively and completely. കർത്താവ് നിങ്ങളെ ഗാഢമായി അറിയുന്നു, സമഗ്രമായി അറിയുന്നു, പൂർണ്ണമായി അറിയുന്നു. തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ഈ അറിവിൻ്റെ അത്ഭുതത്തിൻ്റെ മുമ്പിൽ പരാജിതരായവരാണ് മനുഷ്യർ. ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. പറഞ്ഞതാര്? പൗലോസ്. ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ പൗലോസ്. അടുത്തൊരാള് ഇങ്ങനെ നിഷ്കരുണം അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് ആ അടിമപ്പെണ്ണിനെ ഇറക്കി വിട്ടു.
ഇറക്കി വിട്ടു. ഓക്കെ, പൂർണ്ണ ഗർഭിണിയാണ് അവൾ. അവൾക്ക് സ്വന്തമായിട്ട് പേരില്ല, ഊരില്ല. ഉദരത്തിൽ ഉള്ള കുഞ്ഞിൻ്റെ അപ്പൻ ഇറക്കി വിട്ടു. അങ്ങനെ പാരാൻ മരുഭൂമിയിൽ അലങ്ങി നടക്കുമ്പോൾ ദൈവദൂതൻ ആ സ്ത്രീക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്: എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ, ഇവിടെയും ഞാൻ കണ്ടുവോ എന്നെ കാണുന്നവനെ. ഇതാണ് പറഞ്ഞത്, എന്നെ കാണുന്നവൻ ഇവിടെയും കണ്ടുവോ. ഇനി യേശു ക്രിസ്തു എന്താണ് പറഞ്ഞത്? ഇടയനായ കർത്താവ് യോഹന്നാൻ 10:14, ഞാൻ എനിക്കുള്ളവയെ അറിയുന്നു. കർത്താവ് അറിയാതെ പോകുന്നില്ല. യേശു എന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഒരു രോമം വീണാൽ അറിയും. ഞാൻ എനിക്കുള്ളവയെ അറിയുന്നു. ദൈവത്തിൻ്റെ അറിവ് അപാരമാണ്. ആ കർത്താവ് വീണ്ടും പറയുന്നു, യോഹന്നാൻ 15:15, എൻ്റെ ചാങ്കിൽ തറച്ചൊരു വചനമാണ്. യോഹന്നാൻ 15:15 അവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഞാനും നിങ്ങളും തമ്മിൽ ഇനി യജമാന ദാസ ബന്ധമല്ല. കാര്യം എന്താണെന്നറിയാമോ? യജമാനന്മാർ എല്ലാ കാര്യങ്ങളും ദാസന്മാർക്ക് പറഞ്ഞു കൊടുക്കില്ല. ഓക്കെ, പക്ഷെ ഞാൻ പിതാവ് എനിക്ക് തന്ന എല്ലാ കാര്യങ്ങളും, ദൈവരാജ്യത്തിൻ്റെ നിഗൂഢതകൾ, വിശ്വാസത്തിൻ്റെ രഹസ്യങ്ങൾ, രക്ഷയുടെ ആധാരശീലുകൾ എല്ലാം പറഞ്ഞെന്നില്ലേ? അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ദാസന്മാരല്ല, നിങ്ങൾ എൻ്റെ ഫ്രണ്ട്സാണ്. ഹല്ലേലൂയ. അതാണ് പറയുക, ഗോഡ് നോസ് യു ഇൻറ്റിമേറ്റ്ലി, കോംപ്രിഹെൻസീവ്ലി ആൻഡ് കംപ്ലീറ്റ്ലി. ഇതാണ് വചനം പറയുന്നത്. നിങ്ങൾ എനിക്ക് ദാസന്മാരല്ല കേട്ടോ, യജമാന ദാസബന്ധമല്ല. കാര്യം സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു, എല്ലാം നിങ്ങൾക്കറിയാം. പ്രിയമുള്ളവരെ, ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നവരുടെ എത്ര പേരുണ്ട്? ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ, ഇവിടെയുള്ള യൂത്തിനോട് എനിക്ക് പറയാനുള്ളത്, വിശ്വാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അപ്പൻ്റെയോ അമ്മയുടെയോ മകനായോ മകളായോ ജനിച്ച് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഔദാര്യമല്ലെന്ന് അല്ല. ഈ വിശ്വാസമൊക്കെ മഹാരഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ വലിയ സമ്പത്താണ്. ഈ ഒരു വിശ്വാസത്തിൽ ജനിക്കാൻ പറ്റിയത് നിങ്ങളുടെ പരമഭാഗ്യമാണ്. ഇതൊന്നും ലാഘവത്തോടെ ആരും കാണരുത്. ഇതൊക്കെ ഇങ്ങനെ തലമുറ താണ്ടി വന്ന സാധനം ഒന്നും വിചാരിക്കരുത്. എത്ര പേര് വിശ്വാസം വിട്ടു പോണ് അല്ലേ? നമ്മുടെ ആരാധന പങ്കെടുക്കുന്ന ഒരു ഓസ്ട്രേലിയൻ ഫാമിലി ഉണ്ട് കേട്ടോ. ഓക്കെ, പുജപ്പുര ആരാധനയിൽ പങ്കെടുക്കുന്ന ഒരു ഓസ്ട്രേലിയയിലുള്ളൊരു ഫാമിലിയാണ്. അവർ MM ചർച്ച് മെമ്പേഴ്സാണ്. ഈ അടുത്ത കാലത്ത് ആ അങ്കിളും ആൻറ്റിയും ഇവിടെ വന്നു. എനിക്ക് അവരെ പരിചയമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ എങ്ങനെയോ എൻ്റെ നമ്പർ, പുജപ്പുര പള്ളിയിൽ ആരാധന പങ്കെടുക്കുന്നു, പുജപ്പുര അച്ഛൻ്റെ നമ്പർ തപ്പിപ്പിടിച്ച് എന്നെ വിളിച്ചു. ഞങ്ങൾ ഇവിടെ നാട്ടിൽ വന്നിട്ടുണ്ട്, 2 ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോകും. അച്ഛൻ ഒരു ദിവസം വന്ന് എൻ്റെ വീട്ടിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഓക്കെ, ഞാൻ ആ വീട്ടിൽ പോയി. നമ്മുടെ പിള്ളേർ നടത്തുന്ന പൊതിച്ചോറ് പദ്ധതിക്ക് നല്ലൊരു സംഭാവന അവർ തന്നു. അപ്പോൾ അങ്ങനെ ആ വീട്ടിൽ പോയി, പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ അവിടുത്തെ കാര്യമൊക്കെ ചോദിച്ചു, അവർ ഏത് പള്ളിയിലാണ് പങ്കെടുക്കുന്നത്, ഏത് ആരാധനയിലാണ് പങ്കെടുക്കുന്നത് ഒക്കെ അവരെല്ലാം പറഞ്ഞു. അവിടെ ഒരു മലയാളം കോൺഗ്രിഗേഷനുണ്ട്. ഒരു പട്ടണത്തിന് നടുവിൽ ഇരിക്കുന്ന ബ്യൂട്ടിഫുൾ ദൈവാലയം, ഒരു 300 പേർക്ക് ആരാധിക്കാൻ പറ്റുന്ന, 300-400 പേർക്ക് ആരാധിക്കാൻ പറ്റുന്ന ഒരു പള്ളി, ഒരു ആംഗ്ലിക്കൻ ചർച്ചാണ്. ഓക്കെ, ഈ ആംഗ്ലിക്കൻ ചർച്ചിൽ ഇവിടെയുള്ള മലയാളികൾക്ക് ആരാധിക്കാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. പക്ഷെ മലയാളികൾക്ക് ആ പള്ളി ആരാധിക്കാൻ കൊടുത്തപ്പോൾ ഒരൊറ്റ കണ്ടീഷനാണ്. ആ പള്ളിയിൽ എല്ലാ ഞായറാഴ്ചയും ആരാധിക്കാൻ വരുന്ന 5 അമ്മച്ചിമാരുണ്ട്. ഓക്കെ, അവർക്ക് നിങ്ങളുടെ അച്ഛൻ ആരാധന നടത്തി കൊടുക്കണം. ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ അവിടെ ഈ ആംഗ്ലിക്കൻ പള്ളിയിൽ ആരാധന നടത്താൻ അച്ഛനില്ല. ഓക്കെ, അവിടെ കമ്മിറ്റിയൊന്നുമില്ല. അവിടെ കപ്പയാരുമില്ല, ഡീക്കനുമില്ല, ശുശ്രൂഷക്കാരനുമില്ല, കൈക്കാരനുമില്ല, ആരുമില്ല. ആകെ വരുന്നത് ഈ 300 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന പള്ളിയിൽ വരുന്നത് 5 അമ്മച്ചിമാർ. ഈ അമ്മച്ചിമാർ തന്നെ വന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പള്ളി ഒരുക്കി ഈ അമ്മച്ചിമാർക്ക് ആരാധന നടത്തി കൊടുക്കാൻ ഒരു അച്ഛനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരാധന നടത്താൻ ഞങ്ങൾ പള്ളി തരാം. ഇതാണ് കണ്ടീഷൻ. ആ അമ്മച്ചിമാരിൽ 2 പേര് അടുത്ത കാലത്ത് മരണപ്പെട്ടു. ഇപ്പം 3 പേര് അവശേഷിക്കുന്നു. ഇതൊരു പ്രവചനമാണെന്ന് കുട്ടിക്കോ, അവരെ കേൾക്കുന്നുണ്ടാവും, പ്രവചനമാണെന്ന് കുട്ടിക്കോ. ഈ 3ാമത്തെ അമ്മച്ചിയും മരിക്കും ഒരു സമയമാകുമ്പോൾ. ഓക്കെ, ഈ 3 അമ്മച്ചിമാരുടെയും കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥന ഹേതുവായിട്ട് അവരെ തലമുറയും തട്ടിയും മുട്ടിയും പോകും. ഓക്കെ, പള്ളി പോലായിരിക്കാം, ഇവരുടെ മക്കളും കൊച്ചുമക്കളും പള്ളി പോലായിരിക്കാം. പക്ഷേ ഈ അമ്മച്ചിമാരുടെ കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥന കാരണം, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഈ അമ്മച്ചിമാരുടെ കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥന കാരണം
ഈ അമ്മച്ചിമാരുടെ മക്കളോ കൊച്ചുമക്കളോ തട്ടിയും മുട്ടിയും പോകും. പക്ഷേ അതിൻ്റെ അടുത്തൊരു ജനറേഷൻ വരുമല്ലോ, അവരോട് കർത്താവ് ക്രോധപൂർണനും പ്രതികാരദാഹിയുമായിരിക്കും. അരുണച്ചൻ്റെ പ്രവചനമാണ് കേട്ടോ. ഓസ്ട്രേലിയയോട് കർത്താവ് സംസാരിക്കും, ഓസ്ട്രേലിയയോട് സംസാരിക്കും, യൂറോപ്പിനോട് സംസാരിക്കും. അതുകൊണ്ട് ഇതൊക്കെ നിസ്സാര കാര്യമെന്ന് കരുതണ്ട. ഇവിടെയൊക്കെ ഇങ്ങനെ അടിയും മുട്ടിയൊക്കെ പോകും, ഓക്കെ കൊള്ളാം, വിശ്വാസമൊക്കെ ഉണ്ടല്ലോ. അല്ല, നീ മടങ്ങി വന്നില്ല എങ്കിൽ, നീ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ നിന്റെ അടുത്ത തലമുറയോട് കർത്താവ് ചോദിക്കും. ഈ വിശ്വാസം വെറുതെ ഇങ്ങനെ തലമുറയായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ലാഘവ ബുദ്ധിയോടെ കാണരുത്. വേദപുസ്തകത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈ വചനം സത്യമാണെങ്കിൽ ഈ പറയുന്നത് സത്യമാണ്. ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട്, വാൾ പോലെ എഴുതി വെച്ചിട്ടുണ്ട്. ബൈബിൾ എഴുതാത്ത ഒന്നും സംഭവിക്കുന്നില്ല, ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ സംഭവിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവ് നിന്നെ ഇൻറ്റിമേറ്റായിട്ട് അറിയുന്നു. വി ഹാവ് എ ഹെവൻലി അക്വൈൻറ്റൻസ്. ഒരു സ്വർഗീയ അറിവിലാണ് നമ്മൾ ജീവിക്കുന്നത്, മറന്നു പോകണ്ട. ഒരു സ്വർഗീയ അറിവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ കർത്താവ് ശക്തമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുന്നു, എൻ്റെ ദൈവജനമേ, നിങ്ങളുടെ ദൈവാശ്രയം നിഷ്ഫലമല്ല. 3 തിരിച്ചറിവുകൾ നഹൂം പ്രവാചകൻ തന്റെ മക്കൾക്ക് നൽകുന്നു. 1, നിന്റെ നിശബ്ദത നിരർത്ഥകമാവില്ല. 2, നീ കടന്നു പോകുന്ന ശോധനകൾ നിന്നെ തളർത്താനല്ല. 3, നിന്റെ ദൈവാശ്രയം നിഷ്ഫലമാകില്ല. ദൈവത്തെ ഭയപ്പെട്ടോളൂ, മടങ്ങി വരൂ, നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കൂ, അവർ വിശ്വാസത്തിൽ വളരട്ടെ. നിങ്ങളുടെ ദൈവാശ്രയം നിഷ്ഫലമല്ല. ഈ ശക്തമായ സന്ദേശമാണ് നഹൂം പ്രവാചകൻ നമുക്ക് നൽകുന്നത്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ടും അവൻ്റെ വചനത്തിൽ പ്രിയം വച്ചും ജീവിപ്പാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ആമേൻ.